മൃഗങ്ങളുടെ ശരീരഘടനയും നമ്മുടെ ശരീരഘടനയും തമ്മിൽ എന്തൊക്കെ ഒരു വ്യത്യാസം പറയാം? വാലില്ലാത്ത എല്ലാം മനുഷ്യരാണോ? ചിമ്പൻസിക്ക് ഒറാങ്കുട്ടനും ഗൊറില്ലത്തുക്കും ഒന്നും വാലില്ല, അതെല്ലാം മനുഷ്യരാ? അതിന് റേഷക്കാട്ട് പേരിട്ട. വാലുള്ളവരും വാലില്ലാത്തവരും ഉണ്ട് മൃഗങ്ങളിൽ. നമ്മൾ വാലില്ലാത്ത മൃഗ വേറെന്തും കൊണ്ടാ? മൃഗത്തിന്റെ ഘടനയും നമ്മുടെ ഘടനയും തമ്മിൽ എന്തോ വ്യത്യാസം ഉണ്ടാ? വേറെ എന്തൊക്കെ ഒരു വ്യത്യാസം പറ. ആദ്യം നമുക്ക് 4 കാല, മുട്ടുകുത്തി നടക്കുമ്പോ 4 കാലല്ലേ അല്ലേ? കാലിന് കാലെന്ന് പേര് വന്ന 4 കൊണ്ട് എങ്ങളിരിക്കുന്ന കസേരക്ക് 4 കാലല്ലേ? മേശക്കും ബെഞ്ചിനും എല്ലാം 4 കാലല്ലേ? അപ്പൊ ഒരു കാലം എന്ന് പറഞ്ഞാൽ 4-1 4-1 കണക്കിന്റെ മാഷ് പഠിപ്പിച്ച 1/4 1/4 എന്നല്ലേ? 1/4 കാല് എന്ന് പറയാ. അതുകൊണ്ട് ശരീരം കൊണ്ട് നമ്മളൊരു മൃഗ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈബ് കൊണ്ടാണ് മനുഷ്യനാവുന്നത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈബ്, അല്ലാതെ മറ്റുള്ളവരുടെ വൈബിലല്ല. എന്റെ വൈബ് കൊണ്ട് എന്റെ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ വൈബിൽ എല്ലാ വൈബിനെയും സ്വീകരിക്കാൻ പഠിക്കണം. അതുകൊണ്ട് എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് എന്നാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മുടെ രാജ്യത്തിന്റെ തന്ത വൈബ് കൊണ്ട് ഇന്ത്യ രാജ്യം തകർന്നുപോയി. അറിയോ? തന്ത വൈബ് കൊണ്ട് തകർന്നുപോയ രാജ്യം ഇന്ത്യ. ഞാൻ തെളിവ് തരാം. ലോകത്തിന്റെ ബുദ്ധിജീവി കേന്ദ്രം ഇന്ത്യയായിരുന്നു പണ്ട്. ഇത് നമ്മൾ പറഞ്ഞല്ല, പാശ്ചാത്യരുടെ ഒരു ചൊല്ലുണ്ട്, വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്കുനിന്ന് ഉദിക്കുന്നു. അവര് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ നമ്മളെ കിഴക്ക്. അതിന് കാരണം എന്താണെന്നറിയോ? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. നളന്ദ, തക്ഷശില, ശാരദ സർവകലാശാലയുണ്ട്. ഇവിടെ 2500 അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ 20,000 കഥാപാത്രമുള്ള മഹാഭാരതം എഴുതിയിട്ടുണ്ട്, രാമായണം എഴുതിയിട്ടുണ്ട്, 18 പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്, ഭാഗവതമുണ്ട്. ഇതെല്ലാം എഴുതണ്ടെങ്കിൽ 20,000 ആൾക്ക് പേരിടണ്ടെങ്കിൽ പണി എത്രയാ? ഇപ്പൊ 2 മക്കൾക്ക് പേരിടാൻ തന്നെ എത്ര നെറ്റില്ല തപ്പുന്നു? 20,000 ആൾക്ക് പേരിട്ടില്ലേ ഒരാള്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പേരാലാണെങ്കിലോ എല്ലാ അർത്ഥമുള്ള പേര്. ഇന്നത്തെ പോലെ കോളിംഗ് ബെല്ലിന്റെ പേരൊന്നുമല്ല. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യന്റെ പേര് ടിങ് ടോങ്. ഞാൻ ചോദിച്ചു, എന്താ രാവിലെ പേര് വിളിക്കാൻ പോകുന്ന ദിവസം രാവിലെ അപ്പുറത്തെ വീട്ടുകാരൻ വന്ന് കോളിംഗ് ബെല്ല അമർത്തി ടിങ് ടോങ്, അപ്പ പേര്. അതൊരു ചെറിയ ബുദ്ധിയല്ല. അതല്ല പോട്ടെ, നമ്മൾ ഇംഗ്ലീഷ് മരുന്നല്ലേ നമ്മളെല്ലാവരും ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഈ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചത് മെൻഡലിയഫിന്റെ പട്ടിക, 104 മൂലകങ്ങൾ, ഫണല്, ടെസ്റ്റ് ട്യൂബ്, മൈക്രോസ്കോപ്പ്, ലാബറട്ടറി എല്ലാം വന്നതിന് ശേഷമല്ലേ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ച്. ഈ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മരങ്ങളുടെയും ചെടികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും വായിലിട്ട് ചവച്ചരച്ച് നോക്കി അത് അമ്ലഗുണം, ക്ഷാരഗുണം, അസിഡിക്കോ ആൽക്കലിയോ നോക്കി, വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ നോക്കി 1000കണക്കിന് കഷായം, അരിഷ്ടം, ലേഹ്യം, വടകം, ഗുളിക എല്ലാം ഉണ്ടാക്കി വെച്ചില്ലേ. ചെറിയ ബുദ്ധിയാ. ഇതൊന്നും സ്കാനിങ് വിഷയം വന്നതിന് ശേഷം വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കപ്പ കണ്ണ്, മൂക്ക്, നാക്ക്, കാല്, കൈ, ആണ് പെണ്ണ് വേർതിരിയ, എപ്പോഴാണ് നഖം, എപ്പ മുടി നല്ല കൃത്യം കണക്കെട്ടിപ്പോ. വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണടേന്റെ ഗ്ലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാന്, ബൾബ് ഒന്നും കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഇങ്ങനെയിരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കാറ്, ലോറി ഒന്നും കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. നമ്മൾ കണ്ടുപിടിച്ച എന്താ ഉള്ളത്? എന്തുകൊണ്ട് പറ്റി? അവിടെയാണ് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബുദ്ധിയെ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ നമ്മുടെ സംസ്കാരം പരാജയപ്പെട്ടു. എക്സ്പ്ലോറിംഗ് ദി മൈൻഡ്, അതായിരിക്കണം വൈബ്. എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾ, നമ്മളെ തന്ത വൈബുമാര് നമ്മളോട് പറഞ്ഞെന്താ? നീ ഹര ഹര ശിവ ശിവ എന്ന് ഒരു നാമം ചൊല്ലേടാ, പാമരനെ ഉനക്കതിൽ പരമെന്നേടാ, യമൻ വന്നാൽ കൊല്ലാത്തവൻ വിടമാട്ടാ, സാംബ ശിവദാസൻ എന്നാ തൊടമാട്ട. വിടമാട്ട എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് സിനിമ ഇറങ്ങിയോണ്ട് അതിന്റെ അർത്ഥം അറിയാലോ എല്ലാവർക്കും. കാലം വരും മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ മരണം വരും ഒരു നാൾ, ഓർക്കുക മർത്യാ നീ. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. മന്നവനാട്ടെ യാചകനാട്ടെ, വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. ഇതാണ് പറ്റിയത്.
മരണാനന്തര ലോകത്തിൽ ഫോക്കസ് ചെയ്തു ജീവിതം മറന്നുപോയി. മരിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വർഗം കിട്ടും വിചാരിച്ചിട്ട് ജീവിതം മറന്നുപോയി. മനസ്സിലായോ? ഞാനിപ്പോ വൈകുണ്ഠ ഏകാദശി ചെയ്യുന്നു. ആടെ ഇന്ന് അമ്പലത്തിൽ കയറി തൊഴുതാ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാന്ന വിശ്വാസം. അത് പൊളിച്ച് കൈമ കൊടുത്താ വരുന്നു മാഷ് കേട്ടുക. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഭക്തിയും വിശ്വാസവും ഒക്കെ എന്തിനാ? മനുഷ്യന്റെ വികാസത്തിന് വേണ്ടിയല്ല. മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നിഷേധിക്കുന്നവര് പോലും ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോ വിളക്ക് കണ്ട ഇങ്ങനെയാക്കൂ. എന്തിനാന്നറിയോ? മരിച്ചു ചാടി ഒന്നും ആവശ്യം വന്നാൽ ജില്ലാ സെക്രട്ടറിന്റെ കത്തെടുക്കില്ലല്ലോ. ആടാ നിൽക്കട്ടെ. ഈ പ്രാർത്ഥനയും ഭക്തിയൊക്കെ ജീവിതത്തിന് വേണ്ടിയല്ല, മരിച്ചു കഴിഞ്ഞാൽ ഉള്ള സ്വർഗത്തിന് വേണ്ടിയാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ജീവിതത്തെ മുരടിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്തിട്ട് നമ്മുടെ ജീവിതം പിടിച്ചോ ഇല്ല, പറക്കുന്നോ ഇല്ല. ഇതാ പറ്റിയത് നമുക്ക്. നമ്മൾ അത് കേട്ട് നടക്കരുത്. ആ വൈബ് കേട്ട് നിങ്ങൾ ഈ ജീവിതം ജയേന്ദ്രൻ ഇന്നലെ മരിച്ചുപോയില്ലേ? ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. അയാളുടെ ഏറ്റവും മനോഹരമായ വരിയാണ്. കാവ്യ പുസ്തകമല്ലോ ജീവിതം. ഈ ജീവിതത്തിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മുന്നോട്ട് പോകണം. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ അറിയാത്തൊരു ഘടകം നിങ്ങളുടെ ഉള്ളിൽ വർക്കൗട്ട്. ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ലേ? ആ കഥ കേൾക്കാത്ത ലോകത്ത് ഒരു സ്കൂളെ കുട്ടിയുണ്ടാവില്ല. മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ പറയില്ല, ഒന്ന് ഉറങ്ങാം, ഒന്ന് വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് കഴിയുമ്പോൾ ആമ പോയി സമ്മാനം വാങ്ങി തരും. എന്നിട്ട് നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ പറഞ്ഞു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. അല്ലേ? എന്നാൽ ഈ കഥ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഇതിനെ ഒന്ന് പുനർവായന, ഡീകൺസ്ട്രക്ഷന്റെ കാലമല്ലേ, പുനർവായന നടത്താം. എന്താ? ആമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, മുയലെന്ന് പറയുന്ന മനസ്സാണ്. നമ്മളെ ശരീരം ഉണ്ടല്ലോ, മനുഷ്യന്മാരുടെ എല്ലാവരും ഒരുപോലെ ശരീരമില്ലേ? ഇത് ആമയെ പോലെ മെല്ലിയെ വളരും. നമ്മളൊരു പശു നോക്കിയാട്ടെ. പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂറിൽ എഴുന്നേറ്റ് കൂടും. നിങ്ങളോ 6 മാസം കഴിഞ്ഞിട്ടാ ദോശ മറിച്ചിട്ട് കമിഴ്ന്ന് കിടന്ന അങ്ങനെ 6 മാസമാവില്ലേ? LKG അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവില്ലേ? 3ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടത് അമ്മയാ. നമ്മളെ കുട്ടിയോ ഇപ്പൊ +1 പഠിക്കുന്ന പെൺകുട്ടികള് 17 വയസ്സായില്ലേ? 16 വയസ്സായില്ലേ? 16 വയസ്സുള്ള ഒരു പശു ആണെങ്കിൽ ഉണ്ടല്ലോ 12 വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ശരീരം വലിയ വളരൂ, പക്ഷെ മനസ്സോ അമ്മോ. ഞാൻ അത്ഭുതപ്പെടുക. ഞങ്ങള് SLC പഠിക്കുമ്പോ 600-ൽ 360 കിട്ടിയ ഫസ്റ്റ് ക്ലാസ് എത്ര ശതമാനം? 60%. ഇന്നത് ആലോചിച്ച് നോക്കിയട്ടെ. A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B. അതാ അന്നത്തെ ഫസ്റ്റ് ക്ലാസ്. എന്നിട്ടോ ഒരു വിഷയത്തിൽ A+ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ രമേശൻ ചോദിക്കും, എനിക്ക് A+ ഇല്ലേ, തോറ്റുപോയോ എന്ന മട്ടില്ല. ഈ 210 കിട്ടാതെ തോറ്റ വിദ്വാനായി ചോദിക്കുന്നത്. എന്തൊരു ബുദ്ധിയുടെ കുട്ടിയൊക്കെ. നിങ്ങൾക്ക് പുതിയ തലമുറയുടെ ബുദ്ധി അപാരമാണ്. മോയലിനെ പോലെ കുതിച്ചോടുന്ന ബുദ്ധിയാണ് നിങ്ങൾക്ക്. പക്ഷേ ഈ മോയലട കുറങ്ങുന്നുണ്ടോ സംശയം. കാരണം എന്താ? ആമ മോയലിനെ മലർത്തിയടിക്കുന്നു. എപ്പോഴാണത്? അത് ഒരു നിശ്ചിത പ്രായത്തുമ്പോ നിങ്ങളുടെ ഉള്ളിൽ വേറൊരാൾ ഉണരും. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. മനസ്സിലായോ? അടക്കം ചൊല്ലു. അത് കുറ്റല്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ ഹോർമോൺ ഉൽപാദനം ആരംഭിക്കും, കാമവികാരം ഉണരും. അത് തെറ്റാണോ? ഉണ്ടായോണ്ടല്ലേ നിങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ അതുണ്ടായോണ്ടല്ലേ നിങ്ങൾ ഉണ്ടായത്. ഇല്ല, നിങ്ങൾ ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. ഉള്ള യാഥാർത്ഥ്യത്തെ പോലെ കാണണം. അല്ലേ? നമ്മള് നാണിച്ചു കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതെല്ലാവർക്കും വേണം. അപ്പോഴ് പണ്ടല്ല, ഞങ്ങൾ 10-ലെത്തുമ്പോ ലേശം പ്രണയം വരിക. പക്ഷെ പറയാൻ ധൈര്യമില്ലാടാ. ആരാദ്യം പറയും പറഞ്ഞിട്ട് പറയാൻ ധൈര്യമില്ലാണ്ട് അവസാനം പിരിയുന്ന ദിവസം
സെൻഡ് ഓഫ് ആയ ദിവസം ഓട്ടോഗ്രാഫിൽ എഴുതു, കര കടലിനെ മറന്നാലും കടല് കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എഴുതി. രണ്ടും രണ്ട് വഴിക്ക് പോയി. അന്ന് ഫേസ്ബുക്കും ഇല്ല, വാട്സപ്പും ഇല്ല. പാള കീറിപ്പോയി, മോര് മറിഞ്ഞും പോയി, ഒരു പിടിയില്ല. ഇപ്പൊ ഫേസ്ബുക്കും വാട്സപ്പ് എല്ലാം വന്നപ്പോ തണ്ട വൈബുകളെല്ലാം കൂടി അന്നത്തെ ചരക്കേടി ഉണ്ട് അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുക. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാണ് അല്ലേ അല്ലേ, എല്ലാം തുടങ്ങി. അതാ അന്ന് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രയാസ. അന്ന് 10-ലെത്തുമ്പോ ഇപ്പൊ 5-ലെത്തുമ്പോ പെൺകുട്ടികൾ ഋതുമതിയാവുന്നു. ജയചന്ദ്രന്റെ വേറൊരു പാട്ട്, മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും അല്ലെ. 5-ലെത്തുമ്പോ. കാരണം എന്താണെന്നറിയോ? അന്നത്തെ ഭക്ഷണം ഇന്നത്തെ ഭക്ഷണം തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് ഞങ്ങളോട് എന്നാ ഉച്ചക്ക് കറി ചക്കക്കുരും വെള്ളരിക്കും ഓലൻ, രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാണ്? അപ്പൊ ഈ സംഘർഷത്തിൽ നിങ്ങളുടെ ശരീരം ആരൊക്കെ ഒന്ന് ചിരിച്ചു കാണിച്ചാ പോകുമ്പോ മനസ്സ് പറയണ്ടേ, മോളെ ഊറ്റി വലുതാക്കി അച്ഛനെയും അമ്മേനെയും കരയിച്ചിട്ട് പോലെന്ന് പറയേണ്ട മനസ്സ് ഉറങ്ങി. ആരാ അമ്മ? അമ്മയുടെ വൈബറി നിങ്ങൾക്ക്. അമ്മ എന്ന് പറഞ്ഞാൽ തൻ്റെ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ 3 ലോകം ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അമ്മ. സ്വാർത്ഥതയാണ് അമ്മയ്ക്ക്. വീട്ടുകാരൊച്ച ഉണ്ടാക്കരുത്, നാട്ടുകാരൊച്ച ഉണ്ടാക്കരുത്. എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങ്, മൂലോകം മുഴുവൻ ഉറങ്ങ്. നിങ്ങൾക്ക് പുലിമുരുക സിനിമയിലെ സ്ലോ മോഷൻ എടുക്കുക അല്ലേ? എന്നാൽ നിങ്ങൾ യഥാർത്ഥ സ്ലോ മോഷൻ കാണണം. നിങ്ങൾക്ക് ഉറങ്ങുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോയി കിടത്തുന്ന ഒരു അമ്മയെ നോക്കും. മെല്ലെ മുട്ട് നല്ല എന്താ പറയാ, ഷോക്കാപ്സുമ താങ്ങിയിട്ട്. ഷോക്കാപ്സ് അറിയാവില്ല, വണ്ടി കുലുങ്ങിയാല് ആളെ നടുവുളുക്കാതിരിക്കാൻ ഒരു ഷോക്ക് അബ്സോർബർ ഇല്ലേ, അതിന് ഷോക്കാപ്സ്. ആ ഷോക്കാപ്സ് അങ്ങനെയാണ് ഇരുന്നിട്ട് ഈ മുട്ടേന്റെ മേലെ കോഴി പതുങ്ങും പോലെ അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഒരു കൈയോട്ട് ഒരു പായ എടുത്താടിയിട്ട് ഒരു തുണി എടുത്താടിയിട്ട് കുട്ടീനെ അവിടെ കിടത്തിയിട്ട് ചന്തിന്റെ അടിയിൽ നിന്ന് കൈവരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതാ സ്ലോ മോഷൻ ഒരു സിനിമയിലുണ്ട്. എന്നിട്ട് പുതപ്പെടുത്ത് മേലിട്ട് 2 മുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാല് എഴുന്നേറ്റിട്ട് മുടിയും കെട്ടിട്ട് പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ എൻ്റെ മോൾ ഉറക്ക് തെളിയുന്നുണ്ടാവുള്ളി എന്നുള്ള ഒരു തിരിഞ്ഞു നോട്ടം. അതിൻ്റെ ഒരു ചിരിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് കാണാൻ പറ്റുന്നില്ലേ പിന്നെ ആ കുട്ടീൻ്റെ അച്ഛനെ കൊച്ചെന്ന് വിളിക്കണം. മനസ്സിലായി? എന്തൊരു സൗന്ദര്യമാണ്. എന്നിട്ട് ഈ അമ്മ ഉണ്ടല്ലോ കുയിലിനെ ശകാരിക്കും. കുയിലിനോട് പറയും, നിന്റെ പാട്ടിന്റെ വോളിയം കുറക്കണം, എന്റെ മോൻ ഉറങ്ങും, ഉറക്ക് തെളിയിക്കരുത്. നിലാവ് വിളിച്ച നമുക്കിഷ്ട, പക്ഷെ നിലാവിന്റെ ശിശിരരശ്മികൾ ജാലകപ്പഴുവിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കൺപോളകൾ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകുമോ എന്ന് ഭയന്നിട്ട് നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കുന്നു പറയാം. ഇതാണ് ജയചന്ദ്രന്റെ ഏറ്റവും പ്രശസ്തമായ പാട്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതീ, എന്നോമലുറക്കമായി ഉണർത്തരുതീ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതീ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതീ. ഈ പുറത്തുള്ള ആളോട് മാത്രല്ല ഈ അമ്മ പറയാ, സ്വന്തം നെഞ്ചോട് പറയും. നെഞ്ചത്ത് പറ്റിക്കിടക്കുന്ന കുഞ്ഞെ ഉറങ്ങിപ്പോ ഉണർത്താതിരിക്കാൻ ഹൃദയമേ ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഈ അമ്മയെ കരയിച്ചിട്ട് പോകല്ലടാ എന്ന് പറയണ മനസ്സാകുന്ന മോയൽ ഉറങ്ങി, ശരീരം പോയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോ ട്രോഫി വാങ്ങി വരും. ഒന്നിനെ എടുത്തു വരുമോ, കഞ്ചാവാ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അറിയുമോ? ഇപ്പൊ അടുത്ത കാലത്തുണ്ടായ പാട്ടുകൾ നിങ്ങളുടെ വൈബിനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത്? പണ്ട് രാക്ഷസന്മാര് ചോര കുടിക്കാറുണ്ട്, പക്ഷേ രാക്ഷസന്മാരും തന്നെ ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചു.
കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലുമിനാട്ടി. ഇല്ലുമിനാട്ടി അതിന്റെ ഒരു ഗുണമുണ്ടോ? പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ, ഹരിശ്രീ കുറിച്ചവനെ, നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. അത് കേട്ടിട്ട് പൂവച്ചല്ലേ കുട്ടികൾ +1 +2 കുത്തി. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ച്. ഇങ്ങനത്തെ പേപ്പർ കണ്ടില്ലേ? അതാ ഈ പാട്ടിന് എന്താ കുഴപ്പം? പാട്ടില്ലേ, ആയിക്കോട്ടെ, പാട്ടിന് കുഴപ്പമൊന്നുമില്ല, പാടിക്കോ. പക്ഷെ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ഇതെനക്ക് പറ്റിയ പാട്ടല്ല എന്ന് പാടുന്നവർക്ക് ചിന്ത വേണം. ഈ പാട്ടിന്റെ കുഴപ്പം ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ടിനോളം വായിച്ചു വെക്കാനും ന്യൂ ജനറേഷന്റെ വൈബിലും ഇത്രയും വൈബ് ഉണ്ടാക്കിയ ഒരു പാട്ട് വേറെയില്ല. മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന എന്ന് പറഞ്ഞ ഈ താലി കെട്ടുന്ന കല്യാണത്തിന് നമ്പൂരിമാർ ചൊല്ലുന്ന മന്ത്രമാണ് മംഗല്യം തന്തുനാനേന. പക്ഷെ ഈ ആചാരപ്രകാരം കല്യാണം കഴിച്ച പിന്നെ ജീവിതം തൊലഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ എന്താ വേണ്ടേ? ഒരാണും പെണ്ണും തമ്മാമൽ ഇഷ്ടപ്പെട്ടാൽ കല്യാണം വേണ്ട, നിക്കാവും വേണ്ട, നാട്ടുകാരും വേണ്ട, പന്തലും വേണ്ട, ഒന്നും വേണ്ട. ഏടിക്ക് റൂം എടുക്കുക, ഫ്ലാറ്റ് എടുക്കുക, ആടെ കൂടുക, ലിവിങ് ടുഗദർ. അതാ പാട്ട്, ലിവിങ് ടുഗദർ. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് വേണ്ടാന്ന് പറയുമ്പോൾ 2 വഴിക്ക് പോവാ. അതിലുണ്ടായ കുട്ടികൾ കൊണ്ട് അച്ഛൻ നോക്കൂടാ. അതിന്റെ കുട്ടികളെ ആര് നോക്കൂ? ഇനിയിപ്പോ കുറെ കാലം ലിവിങ് ടുഗദറിന്റെ പിള്ളേരെ നോക്കാൻ പഞ്ചായത്ത് അനാഥ മന്ദിരം തുടങ്ങേണ്ടി വരും. മനസ്സിലായോ? ചേട്ടാ, ഈ കുടുംബം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഈ സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ, സ്വാതന്ത്ര്യോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? എത്രത്തോളം സ്പീഡ് പോവാൻ. ഈ ബ്രേക്ക് എന്തിനുണ്ടാക്കിയേ? ബ്രേക്ക് വണ്ടി ചവിട്ടി നിർത്താനല്ല, സ്പീഡ് പോവാനാ ബ്രേക്ക് ഉണ്ടാക്കിയത്. മനസ്സിലാക്കിയോ? സ്പീഡ് പോകുന്നില്ല, ബ്രേക്ക് വേണ്ടല്ലോ, തനിയെ നിന്നോളൂല്ലോ. ആക്സിലേറ്റർ കാലിങ് എടുത്താൽ മതി, തനിയെ നിൽക്കൂ. ബ്രേക്ക് ഉണ്ടാക്കിയത് സ്പീഡിന് വേണ്ടിയാ. നിങ്ങളുടെ അച്ഛനും അമ്മയും തന്ത വൈബും നാട്ടിലെ നിയമങ്ങളും ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ അറ്റം വരെ പോകാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. പക്ഷെ പോകാം, വളക്കാം, പക്ഷേ ഒടിക്കരുത്. വളക്കാം, പക്ഷേ ഒടിക്കരുത്. അടിപൊളി, പുതിയത് പടുത്തുയർത്തലല്ല, അടിച്ച് പൊളിക്കല അല്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന അവസരം വരണം. നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണും വാങ്ങിയത് എന്തിനാണ്? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. ഇത് ഞാൻ ജനിച്ചത് മൊബൈൽ ഫോണിന് വേണ്ടിയാണോ, മൊബൈൽ ഫോൺ എനിക്ക് വേണ്ടിയാണോ? ഈ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്തുക. ഞാൻ ജനിച്ചത്, ചില ആൾ ജനിച്ചതിന്റെ മൊബൈൽ ഫോണിന് വേണ്ടിയാണ് അല്ലേ? എപ്പോഴും അതിൽ ഇത് കുട്ടികളെ മാത്രം കുറ്റം പറയണ്ട. ഏറ്റവും കൂടുതൽ മൊബൈൽ മാറ്റുന്നത് വീട്ടിലെ ആണുങ്ങൾ, അച്ഛനും അമ്മമാരാ. കഴിഞ്ഞ ദിവസം ഒരു കഥ വായിച്ചു ഞാൻ വാട്സപ്പിൽ. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന ബീപ് ബീപ് ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. സമയം നോക്കിയപ്പോൾ രാത്രി 1:30. ഈ സമയത്ത് എനിക്കാരാ മെസ്സേജ് അയച്ചു? ഓ, അമ്മാവനുണ്ട് ആസ്പത്രിയിൽ, ഐസിയുല, എന്തോ സംഭവിച്ചു. ഗ്രൂപ്പിലിടുമല്ലോ, അമ്മാവൻ പോയി, ബോഡി 2 മണിക്ക് എത്തുന്ന. അമ്മാവൻ പോയോ? വേഗാറോടെ മൊബൈൽ എടുത്തു, വാട്സപ്പ് ഓപ്പൺ ചെയ്തു, വായിച്ചു. അതിലിങ്ങനെയായിരുന്നു മെസ്സേജ്. വല്ലാത്ത ചൂട്, ഉഷ്ണിക്കുന്നു വല്ലാതെ. ഒന്ന് അങ്ങോട്ട് കിടക്ക്. ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് അറിയുന്നില്ല, മെസ്സേജ് അയച്ച പുറത്തുണ്ട്. ഇങ്ങനത്തെ തണ്ടവീകുമാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാത്രമൊന്നുമല്ല മൊബൈൽ ഉപയോഗിക്കുന്നവര്, എല്ലാവരും ഉണ്ട്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഊഞ്ഞാലെന്ന് പറഞ്ഞൊരു കവിതയും, പിന്നെ എന്നൊരു കക്കാടിന്റെ സകലം യാത്ര, ഇത് രണ്ടും അച്ഛനമ്മമാര് നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. അവരോട് പ്രേമിക്കാൻ പറയണ. പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞവരെ 100 പ്രാവശ്യം ഐ ലവ് യു അയക്കൂ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ ഐ ലവ് യു പറയുന്നില്ല, ഐ ലൈക്ക് യു എന്ന് പറയുന്നില്ല. എന്താ? കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ എന്താ കല്യാണം കഴിഞ്ഞ ഐ ലവ് യു പറയാത്തതെന്ന് ചോദിച്ചപ്പോ ഒരാൾ എഴുന്നേറ്റ് പറയാം. എന്താ പറയാത്തതെന്ന് അറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പായിട്ടല്ലേ? അപ്പോ നിങ്ങളുടെ അച്ഛനമ്മമാരോട് പ്രേമിക്കാൻ പറ. നിങ്ങളുടെ വൈബ്, നിങ്ങൾ അച്ഛനെ അമ്മയുടെ വൈബ് നിങ്ങൾ സ്വീകരിക്കണ്ട. പക്ഷെ നിങ്ങളുടെ വൈബ് അവരിലേക്ക് പകർത്താൻ ശ്രമിക്കും. നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്കട. നമ്മുടെ വീടിന്റെ വ്യാകരണമാണ് നിങ്ങളെ നശിപ്പിക്കുന്നത്. പണ്ടത്തെ സങ്കല്പത്തിൽ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. നിങ്ങൾ ഇന്ന് കണി കണ്ടെന്താന്ന് ഞാൻ പറയട്ടെ, അത് നാളെ കണി കാണരുത് കേട്ടോ. അപ്പോഴാണ് വൈബ് എന്താന്ന് മനസ്സിലാവുക. കണി കണ്ടത് ക്ലോസറ്റാ, നേരെ ടോയ്ലറ്റിലാ പോവുക.
വാതിൽ തുറന്നിട്ട് മുറ്റത്തെ പൂക്കളെ കാണണ്ടേ? ആർക്ക് വേണ്ടിയാ? അച്ഛനും അമ്മക്ക് വേണ്ടിയാ പൂക്കള്? അവിടെ വരുന്ന 3 പ്രാക്കളെ കാണണ്ടേ? മാടപ്രാവ് അരിപ്രാവും അല്ല. പ്രകാശത്തെ, പ്രഭാതത്തെ, പ്രകൃതിയെ കണ്ടിട്ട് അല്പനേരം മുറ്റത്ത് ആ പൂക്കളോടൊത്ത പൂക്കിൽ വന്ന പൂമ്പാറ്റയെ കാണണ്ടേ? സൗന്ദര്യബോധം എന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാക്കുന്നതല്ല. ബൈക്കിന്റെ ഗ്ലാസിൽ ബിൽ നോക്കിയിട്ട് ഇങ്ങനെയാക്കിയാലല്ല സൗന്ദര്യബോധം ഉണ്ടാവില്ല. അകത്ത് സൗന്ദര്യബോധം ഉണ്ടാവും. ആ സൗന്ദര്യം പൂക്കളിൽ നിന്നും, പ്രകൃതിയിൽ നിന്നും, സൂര്യനിൽ നിന്നും, പുഴയിൽ നിന്നും ഉണ്ടാക്കണം. വാതിൽ തുറന്ന് പുറത്തിറങ്ങ്. അച്ഛനോടും അമ്മയോടും വരാൻ പറ. ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയാ അമ്മേന്റെ പണി. രാവിലെ എണീറ്റ് 3 മിസൈലിന് തീ കൊടുത്തിട്ടേ അവർ പല്ല് വരെ തേക്കും. അവർ ഇസ്രായേലിലെ പട്ടാ ശീലായി. നിങ്ങൾ അമ്മേന്റെ പണി എന്താ? രാവിലെ എണീറ്റ ടിക്ക് 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 3 അടുപ്പും കത്തിക്കും. അത് സോഫ്റ്റ്വെയറിനാണോ ഹാർഡ്വെയറിനാണോ? ഹാർഡ്വെയറിനാണ്. നിങ്ങളുടെ സോഫ്റ്റ്വെയർ വളർത്താൻ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം സോഫ്റ്റനാവണം. എങ്ങനെയാ സോഫ്റ്റനാവേണ്ടത്? യെസ് എന്ന് പറഞ്ഞ സ്മൈൽ. അമ്മയോടും അച്ഛനോടും പുഞ്ചിരിക്കാൻ പറയാം, നിങ്ങളുടെ പുഞ്ചിരിക്കുക. യെസ്. ഓ എന്ന് പറഞ്ഞ ഓപ്പൺ ഹേഡ്. തന്ത വൈബും മക്കൾ വൈബും തമ്മിൽ തർക്കമുണ്ടാകുന്നത് ഹൃദയം തുറക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഹൃദയം തുറക്കുക, അവരും ഹൃദയം തുറക്കുക. അപ്പൊ അവരുടെ ചങ്കിൽ നിങ്ങളും, നിങ്ങളുടെ ചങ്കിൽ അവരും. അപ്പോ നിങ്ങൾ ചങ്കാക്കുക. അച്ഛനും അമ്മേനെയും നിങ്ങളുടെ ചങ്കാക്കുക, അവരും നിങ്ങളെയും ചങ്കാക്കുക. അല്ലാതെ അവരെയും വിട്ട് പുറത്തെ ചങ്കിനെയും പോകുന്നതിന്റെ കാരണം നിങ്ങൾ ചങ്കാവാത്ത. ഓപ്പൺ ഹേഡ്, ഫോർവേഡ് ലീൻ. അഹന്ത വേണ്ട, മുന്നോട്ട് കുനിയാൻ പഠിക്കുക. എന്താ? ഒന്ന് മുന്നോട്ട്. നമ്മുടെ വിനയത്തിന്റെ ബോഡി ലാംഗ്വേജ് ആണ് ഫോർവേഡ് ലീൻ. ടച്ച്, തൊടണം. നിങ്ങൾ വീട്ടിൽ പോയ അച്ഛനെയും അമ്മേനെയും തൊടാറുണ്ട? അടുത്ത് ചുമലിൽ കൈവെക്കാറുണ്ട്? ഏത് അച്ഛനും നിങ്ങളെ ഫീസിന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ടൂർ പോകാൻ പൈസ തരാനൊരു സൂത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞാന്ന് പോയി പറയാ. അച്ഛന്റെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് പുറത്ത് ചൊടിച്ചു കൊടുത്താണ്. അതിനെ ഇഷ്ടമില്ലാത്ത ഒരൊറ്റ ആള് ലോകത്തില്ല. പുറം കണ്ടുപിടിച്ച് തന്നെ മാന്താന. വേറെ ഒരു കാര്യമില്ലാത്ത സാധനം പുറം. നിങ്ങൾ നോക്കിയട്ടെ, കൈ കൊണ്ട് കാലോട്ടല്ല എന്തെല്ലാം ആവശ്യമുണ്ട്. എത്രയാ ബ്ലിൻഡ് ഏരിയ പുറത്തിന് പോകുന്നു? ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്ന് മാന്തി കൊടുക്കുക. ടച്ച്, തൊടണം കേട്ടോ. നിങ്ങളുടെ അച്ഛനും അമ്മേനേക്കാൾ തൊടേണ്ടത് നിങ്ങളുടെ അപ്പൂപ്പനെ അമ്മൂമ്മയാണ്. നിങ്ങളുടെ സംസ്കാരത്തിന്റെ ഉറവിടം അവിടെയാ. മനസ്സിലായോ? അവരുടെ അടുത്ത് പോയിരുന്നിട്ട് കാലെല്ലാം ഒന്ന് മടമ്പെല്ലാം മസാജ് ചെയ്യിച്ചാൽ പഴയ അക്കൗണ്ടിൽ കുറച്ച് പൈസയെല്ലാം ഉണ്ടാവും, അതിൽ കിട്ടും. മനസ്സിലായോ? ടച്ച്. അവരുടെ കണ്ണിൽ നോക്കി വർത്തമാനം പറയണം കേട്ടോ. ഐ കോണ്ടാക്ട്. കണ്ണാണ് സൗന്ദര്യം. കണ്ണിലെ സൗന്ദര്യം. കണ്ണിന്റെ പേരില്ല. പണ്ടല്ല നമ്മളെ നാട്ടിൽ എത്രയാ പേര്. മീനാക്ഷി, അമ്പുജാക്ഷി, കമലാക്ഷി. അക്ഷി എന്ന് പറഞ്ഞ കണ്ണല്ലേ? വിശാലാക്ഷി. വലിയ കണ്ണുള്ളവൾ വിശാലാക്ഷി. പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണാ സൗന്ദര്യം. ഇന്ന് ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം. അതുകൊണ്ട് ആണുങ്ങളെ വിളിക്കും കുഞ്ഞിക്കണ്ണൻ. പെണ്ണുങ്ങളെ വിശാലാക്ഷി, ആണുങ്ങളെ കുഞ്ഞിക്കണ്ണൻ അല്ലേ? കണ്ണ് തമാശ കളിയല്ലേ? കണ്ണ് തമാശ കളിയല്ല. കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ആള് വായിച്ച വാർത്ത ഏതാണെന്നറിയോ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഇപ്പൊ സർവേ വന്നു. ഏറ്റവും കൂടുതൽ ആള് കണ്ടതും കേട്ടതും ചർച്ച ചെയ്ത വാർത്ത. അതിന് മുഴുവൻ കാരണം കണ്ണാ. അറിയാവോ? മഞ്ജു വാര്യരുടെ കണ്ണിന് വലിപ്പം കുറഞ്ഞുകൊണ്ടല്ലേ അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവന്റെ അടുത്തേക്ക് പോയേ. അത് ഭാവന പോയിട്ട് മഞ്ജുവോട് പറഞ്ഞു കൊടുത്തിട്ട് ആ ഭാവനെ കൊട്ടേഷൻ സംഘത്തിനെ കൊണ്ടിടങ്ങാറാക്കി. മനസ്സിലായോ? അതിന്റെ പേരില ഹേമ കമ്മീഷൻ ഉണ്ടാക്കി. അതുകൊണ്ട് കണ്ണ് തമാശ കളിയല്ല. കണ്ണിൽ നോക്ക് ഇന്ന് വർത്താനം പറയാൻ പറ്റും. അച്ഛനും അമ്മയും മക്കളും കണ്ണിൽ നോക്ക്. നിങ്ങളുടെ വൈവ് അച്ഛനിലേക്ക് പകരാൻ ഏറ്റവും നല്ല സൂത്രം കണ്ണിൽ നോക്കി വർത്താനം പറയാം കേട്ടോ. ഐ കോണ്ടാക്ട്. അടുത്തത് നോഡിങ്. നോഡിങ് എന്ന് പറഞ്ഞാൽ തല വിളിക്കണം. എന്തോ പറഞ്ഞാല് മുണ്ടാട്ട് പോയി ശരിയാ, പറ്റൂല എന്ന് പറയാ. ശരിയാണെന്ന് സമ്മതിക്കുക. ഡെമോക്രസി നിങ്ങളുടെ വീട്ടിലുണ്ടാവുക. നിങ്ങളുടെ വീട് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും വീടുകൾ ഏകാധിപത്യ വീടുകളാ. അതാണ് ഈ തന്ത വൈവിൽ നിന്ന് നിങ്ങൾ അകല് പോകാൻ കാരണം. ഈ ഏകാധിപത്യത്തെ മാറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിനും ചിന്തകൾക്കും ബഹുമാനം കൊടുക്കുന്ന, പരസ്പരം ചർച്ച ചെയ്യുന്ന സഭ കൂടാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ വീട്ടിൽ വട്ടത്തിലിരിക്കുക. അവിടുന്ന് പറയേണ്ടത് എന്താ? തൂങ്ങിച്ചത്ത്, കിണറ്റുതുള്ളി, ആത്മഹത്യ ചെയ്ത്, ബലാത്സംഗം ചെയ്ത വാർത്തകളല്ല. റോഡിലായ പോകുന്നത് ആ ബഷീറ മഹാവൃത്തിയിട്ടവനാ. പിന്നെ ഏതാ ഗോവിന്ദൻകുട്ടി അതിൽ പോക്ക. സെബാസ്റ്റ്യൻ ഒന്നിനും കൊള്ളു. പഞ്ചായത്ത് മെമ്പർ പോക്ക്, പ്രസിഡന്റ് പോക്ക്, MLA പോക്ക്, മന്ത്രി പോക്ക്, എല്ലാരും പോക്ക്. ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ല. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് കേട്ട് നിങ്ങളെല്ലാം അറിയാണ്ട് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന ഭാവം. വേറെ ഒരു ഭാവം ഉണ്ട് കേട്ടോ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്. നാട്ടുകാരെങ്കിലും നിങ്ങളെ പറ്റി അഭിപ്രായം ഒന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുണ്ട് മോയെ പഠിപ്പ്, എന്ത് പഠിപ്പ്, എപ്പോ നോക്കിയാലും ഗെയിം കളിയല്ലേ, എപ്പോ നോക്കിയാലും മൊബൈൽ നോക്കല്ലേ, എന്തൊരു ഭീകര വൃത്തികെട്ടാന്ന് പറഞ്ഞു.
സ്വന്തം മക്കളെ കുറ്റപ്പെടുത്തുന്ന രക്ഷിതാക്കൾ പൂതനമാരാണ്. മനസ്സിലായി? അതുകൊണ്ട് എപ്പോഴും പ്രാഗ് 50-45 മാർക്ക് വാങ്ങിയ ആ 45 ക്ഷയിക്കേണ്ടി വരുമോ? ഇല്ല. അതേത് 5 തെറ്റിച്ച് ആ ടാർഗറ്റ്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ തന്ത വൈബിനമ്മ വെറുക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്ത വൈബ് മൊത്തം പോക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ അറിയുന്ന ചില വിഷയങ്ങൾ കൊണ്ട് വെറുത്തു പോകുക. അത് കേട്ട് കുട്ടിക്ക് തോന്നും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അപകർഷത പോകുന്നു. പിന്നെ മൂന്നാമതൊരു ടീം ഉണ്ട് കേട്ടോ. അവരോട് ഞാൻ ഒന്നും പറയുന്നില്ല. അവരെ നമ്മൾ നന്നാക്കാനും മെനക്കണ്ട. അവര് അനുഭവം കൊണ്ട് നന്നാവും. ആരാ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നിങ്ങളും പോക്ക. അതിന് പകരം നമുക്ക് പ്രസന്റായ മനസ്സുണ്ടാകാൻ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന മനോഭാവത്തിലേക്ക് മാറും. അതാണ് വീട്ടിൽ സഭ കൂടുക, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുക. നല്ല കവിതകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് കേട്ടോ, നല്ല കഥകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചാലഞ്ച് തരുന്നത്, നിങ്ങൾ കാസർഗോഡുള്ള സന്തോഷം ഉണ്ടാക്കിയ ഒരു ബിരിയാണി, ആ ബിരിയാണി ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആ ബിരിയാണി ഒന്ന് വായിക്കണം. കുഴിമന്തിയല്ല, ബിരിയാണി. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കൊണ്ട് കഥയുണ്ടായി. അപ്പോഴാണടാ നമ്മുടെ വൈബും ഈ യഥാർത്ഥ വൈബും തമ്മിലുള്ള അന്തരം നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ വൈബുകളിൽ നിന്ന് അകന്നു പോകല്ല. ജീവിതം എത്ര വലുതായാലും, നിങ്ങൾ എത്ര കമ്പ്യൂട്ടർ വിദഗ്ധന്മാരായാലും www.com.md നടിച്ചാൽ മസാല ദോശ ഡൗൺലോഡ് ആയി കിട്ടില്ല. NR നടിച്ചാൽ നെയ്റോസ്റ്റ് കിട്ടില്ല. നമ്മൾ വെറും പച്ച മനുഷ്യരാ. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്തേ കൊന്നപ്പൂവ്? ചെമ്പരത്തി പൂവും താമരപ്പൂവും ഒന്നും പറയാതെ വൈലോപ്പിള്ളി എന്താ കൊന്നപ്പൂ പറഞ്ഞു? ബാക്കി പുഷ്പങ്ങളെല്ലാം വസന്തകാലത്ത് വിരിയുന്നതാണ്. കൊന്നപ്പൂവോ വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്ന പൂത്തും. പ്രതിസന്ധികളിലും ആർദ്രതയുടെ നനവിന്റെ കണങ്ങളെ വലിച്ചെടുത്തിട്ട് സ്വർണം ചാലിച്ച് പുഞ്ചിരിക്കാൻ കഴിയുന്ന നമ്മുടെ ഏറ്റവും നല്ല മോട്ടിവേറ്ററാണ് കൊന്നപ്പൂവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പ്രതിസന്ധികളിൽ മുറിച്ചു കടക്കാനുള്ള ഇച്ഛാശക്തിയുള്ള എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ്. രണ്ടാമത്തെ ഒറ്റ കാര്യം, നിങ്ങൾക്ക് കുറെ ആൾക്ക് ഉത്തരം കിട്ടാഞ്ഞത് നിങ്ങൾ ചോദ്യം പഠിക്കാനിട്ടാ. നിങ്ങൾ ഉത്തരം പഠിക്കരുത്, ചോദ്യം പഠിക്കുക. ചോദ്യമാണ് പ്രധാനം, ഉത്തരമല്ല. ഉള്ളവരില്ലാത്തവരോടാണ് ചോദിക്കുക, ഇല്ലാത്തവരുള്ളവരോടാണ് ചോദിക്കുക. ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കുക. ആരുമുള്ള അധ്യാപകർക്കോ കുട്ടികൾക്കോ? അധ്യാപകർക്കല്ലേ. ഇല്ലാത്ത കുട്ടികൾക്ക് അപ്പൊ ചോദ്യം ചോദിക്കേണ്ട ആരാ? ചോദ്യം ചോദിക്കേണ്ട കുട്ടികളല്ലേ. ഉത്തരം പറയേണ്ട ആരാ? അധ്യാപകര്. പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നു? അധ്യാപകർ. ഉത്തരം പറയേണ്ട ആരാ? നിങ്ങൾക്ക് ഉത്തരം അറിയാൻ പിന്നെ സ്കൂളിൽ വരുമോ? അറിയാത്തോണ്ടല്ലേ വരുന്നത്. പിന്നെ ഏത് ഉത്തരം വരുന്നത്? ഒരാളിക്ക് വാ വേബ, സമയായി. ഒരാൾ ശൈലിക്ക് വാ വേബ, ഒരാൾ ശൈലിക്ക് വാ. വെരി ഗുഡ്. എന്താ മോളെ പേര്? അമൃത. അവൾ വന്ന വകയിൽ എൻ്റെ ഫോൺ ഞാൻ അവൾക്ക് കൊടുത്തു. അവളെ എന്നെ നോക്കുക, നിങ്ങളെ നോക്കുക. എന്തിനാ കൊടുത്തോന്നറിയോ? ഞാൻ കൊടുത്തോണ്ട് വാങ്ങി. എന്തിനാവോ? ഏതിനാവോ? അത് ഏത് കമ്പനിയാ നോക്കിയാ ഞാൻ കൊടുത്തോണ്ട് വാങ്ങി. ഇപ്പൊ എന്തിനാ കൈ പിടിക്കുന്നത്? ഞാൻ ചോദിച്ചാൽ തിരിച്ചു തരാം. തന്നെ ഇപ്പൊ അമൃതയുടെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ല. ഇതുപോലെ മാഷന്മാർ കുറെ ഉത്തരങ്ങൾക്ക് തരും. എന്തിനാവോ? ഏതിനാവോ? വാങ്ങും. എന്തിനാ വാങ്ങുന്ന? മാഷ് ചോദിക്കുന്ന ഒരു ദിവസം തിരിച്ചു കൊടുക്കണം. എപ്പോഴാ ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചപ്പോ ഫോൺ തിരിച്ചു തന്നു. ഇപ്പൊ അമൃതയുടെ കയ്യിൽ ഫോണുണ്ടോ? പരീക്ഷ കഴിഞ്ഞ ഉത്തരം നിങ്ങളുടെ കയ്യിലിട്ടോ? എല്ലാം കൊടുത്തു. 10 ഇപ്പൊ ഒന്നും കയ്യിലിട്ടോ? 8 കഴിഞ്ഞ 9 8 പോയി. ഇത് വിഡ്ഢിത്തമാ. ഈ വിഡ്ഢിത്തത്തെ പോളിക്കണം. നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ പുതിയ പുതിയ ചോദ്യങ്ങൾ, എക്സ്പ്ലോർ ദി മൈൻഡ്. അധിയാപനം നടത്തണം, അധിഅയനം നടത്തണം. അധി എന്ന് പറഞ്ഞ പ്ലസ്. അറിയോ? താങ്ക് യു. അധി എന്ന് പറഞ്ഞെന്താ? പ്ലസ് അല്ലേ? 2024 അധിവർഷമാ. 2024
ഫെബ്രുവരി 29 ഉണ്ടായിരുന്നു, ഒരു ദിവസം കൂടുതലുണ്ട്. അയനം, യാത്ര. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അപ്പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അധ്യയനം. മനസ്സിലായോ? ആ അധ്യയനം, യാത്ര ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നവരാണ് അധ്യാപകർ. ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ച അധ്യാപനാവില്ല. പഠിപ്പിച്ചാൽ അതിനപ്പുറത്ത് പഠിപ്പിക്കണം, അതുക്കും മേലെ. അത്തരത്തിൽ പുതിയ പുതിയ ചിന്തകളിലൂടെ പുതിയ ലോകങ്ങളുണ്ട്. അല്ലാതെ എല്ലാരും ചെയ്യും പോലെ കുറെ പഠിക്കുക, പരീക്ഷ എഴുതുക, ജോലി എടുക്കുക, ശമ്പളം വാങ്ങുക, വീടെടുക്കുക, അവിടെ കുറെ പൂന്തോട്ടം ഉണ്ടാക്കുക, കുറെ മക്കളെ ഉണ്ടാക്കുക. ഇതൊന്നല്ല ജീവിതം കേട്ടോ. എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് ആൻഡ് എക്സ്പ്ലോറിംഗ് ദി ലൈഫ്. അതാണ് +2. പിടിക്കോ? പ്ലസ് ആണ് നിങ്ങൾ. നിങ്ങൾ കാലത്തോടും ദേശത്തോടും പ്ലസ് ആവണം. കാലത്തെ ഗ്രാഫ് വരയ്ക്കുമ്പോ ഇങ്ങനെ വരയ്ക്കുക, ദേശത്തെ ഗ്രാഫ് വരയ്ക്കുമ്പോ ഇങ്ങനെ വരയ്ക്കുക. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, ഇതായി പ്ലസ്. പിടിക്കോ? പ്ലസിന്റെ അർത്ഥം മനസ്സിലായോ? കാലവും ദേശവുമായിട്ട് നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ ജീവിതത്തെ കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ വൈബ് തരംഗങ്ങളായിട്ട് പോകുന്നത്. അത്തരത്തിൽ എല്ലാ വൈബുകളെയും തിരസ്കരിക്കാനല്ല, എല്ലാ വൈബുകളെയും സ്വീകരിക്കാൻ. നത്തിങ് എക്സ്പ്ലോർ, എവരിതിങ് ഇൻക്ലൂഡ്. അതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ.